2000-ലുള്ള ബൈക്കാണ്. 25 വർഷമായിട്ട് ഞാൻ അത് മാറ്റിയിട്ടില്ല. നമ്മെ അറിയാതെ ചേട്ടനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാലരമ വേണം അടുത്ത ആഴ്ച പോലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? മാതൃമേന 100-ാം വാർഷികം, എന്റെ 50-ാം വാർഷികം. ഇപ്പൊ എന്നെ പണി വല്ലതും ഉണ്ടോ? അപ്പൊ ഞാൻ പറയും ഉണ്ടെന്ന് പറയുകയാണ്. ഇത് നിർത്തിയില്ല ഇതുവരെ. ഏതെങ്കിലും വീട്ടിലേക്ക് പത്രം കൊണ്ടിടാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു ടൂർ പോലും പോകാത്ത വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ ഈ വീട്ടിൽ മാതൃഭൂമി, ആ വീട്ടിൽ മനോരമ, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചേട്ടന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചു? പലരും ഇങ്ങനെ ചായ കുടിക്കാൻ പറയാറുണ്ട്, പക്ഷെ ഞാൻ കുടിക്കാറില്ല. തൊഴിൽ വാർത്തയിൽ കൂടി എനിക്ക് പണി കിട്ടിയെന്നും പറഞ്ഞ് പലരും അനുഭവങ്ങൾ പറയാറുണ്ട്. നമ്മുടെ ആഘോഷങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വല്ലതും വന്നിട്ടുണ്ടോ ഈ തൊഴിൽ കാരണം? ഒരു പ്രശ്നം ഉണ്ടായത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചില്ലേ 1954. വരുമാനം എങ്ങനെയാണ് അതിന്റെ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ? ചില ആൾക്കാർക്ക് ഇപ്പോഴും നിർബന്ധം പത്രമുണ്ട്, രാവിലെ വേണം. ഈ ഫീൽഡിനോട് ആർക്കും താല്പര്യമില്ല. പെരുവേലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു സൈക്കിളിൻ്റെ ബെല്ലിന് ഞാൻ കാതോർത്തിരുന്നിട്ടുണ്ട്. എന്തിനാണെന്നുണ്ടേ, ബാലരമ വായിക്കാനായിട്ടായിരുന്നു. ആ ബാലരമയായി 40 വർഷങ്ങൾക്ക് മുമ്പ് വന്നിരുന്നയാൾ രവിചേട്ടനാണ്. 52 വർഷങ്ങളായി പെരുവേക്കാരെ പത്രവായന ശീലമാക്കാൻ പ്രേരിപ്പിച്ച രവിചേട്ടൻ 50 വർഷമായി ഈ സബര്യ അദ്ദേഹം തുടരുകയാണ്. അതുകൊണ്ട് പെരുവേലെ വിശേഷങ്ങൾ ഇന്ന് രവിചേട്ടൻ്റെ മുമ്പിൽ എത്തുകയാണ് നിങ്ങൾക്ക് വേണ്ടി. രവിചേട്ടാ നമസ്കാരം. നമസ്കാരം. അതായത് എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഈ അന്ന് ബാലരമ അല്ലെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ബാലരമയ്ക്ക് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട്. അവർ രവിചേട്ടൻ്റെ സൈക്കിളിന്റെ ബെല്ലടി വരാനായിട്ട് ഞങ്ങളൊക്കെ ഓർത്തിരുന്ന ഒരു ചെറുപ്പം. അപ്പൊ ഞാൻ മാത്രമല്ല, ഈ പെരുവയില് നമ്മുടെ മുളക്കുളം പഞ്ചായത്തിലെ ഒരുവിധം ഒത്തിരി കോപ്പികൾ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിൽ ആൾക്കാർ രവിചേട്ടനെ കാത്തിരുന്ന കുട്ടികൾ ഒരുപാടുണ്ടായിരുന്ന ഒരു കാലഘട്ടം അല്ലേ? അപ്പൊ എന്താണ് ഈ 50 വർഷത്തെ ചരിത്രം? 50 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ കഷ്ടപ്പാടിലൂടെയാണ് എൻ്റെ നീക്കം. കാരണം ഞാൻ 73-ൽ ഏജൻസി എടുക്കുമ്പോൾ വെറും 44 കോപ്പി കൊണ്ടാണ് തുടക്കം. ഞാൻ അതുകൊണ്ട് പെരുവ ജംഗ്ഷനിൽ നിന്ന്, പെരുവയിൽ അന്ന് പത്രം വന്നത് ബസ്സിനൊക്കെയാണ്. ചിലപ്പോൾ പല ദിവസങ്ങളിലും പിറവത്ത് പോയി, തലരപ്പമ്പ് പോയി, ഒരു ബസ് മിസ്സായ തലരപ്പമ്പ് പോയോ പിറവത്ത് പോയോ എടുത്തോണ്ട് വരും. സൈക്കിളിൽ പോയി എടുത്തോണ്ട് വന്ന് വിതരണം ചെയ്യും. അപ്പൊ ഈ 44 പത്രവും കൊണ്ട് ആദ്യം പെരുവേന്ന് മൂർക്കാട്ടിപ്പടി വരെ ചെല്ലും. 1-2 പത്രം അവിടെ കാണും. അത്രേ ഉള്ളു. ഹെർക്കുലീസിന്റെ സൈക്കിളാണോ? ഹെർക്കുലീസ് സൈക്കിളുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുളകളത്ത് വരും. മുളകളത്ത് വന്നിട്ട് ചങ്ങലപ്പാല, അന്ന് HBC തുടങ്ങിയിട്ടില്ല. പള്ളിക്കുന്ന് കൂടി അതിലെ കാരിക്കോട് ഇവിടെ ഉണ്ടല്ലോ ആനക്കുഴി, ആ ഭാഗത്തൊക്കെ കയ്യിരിക്കുന്ന 4 പത്രമേ ആനക്കുഴി വരെ ഉള്ളു. അപ്പൊ ഈ 4 പത്രത്തിന് വേണ്ടി ആ സ്ഥലത്തേക്ക് പോകും. അത്രയും കയ്യിരിക്കുന്ന അത്രയും ദൂരം പോകണം. പിന്നെ വീണ്ടും തിരിച്ചടുത്ത സ്ഥലത്തേക്ക് തിരിച്ച് ഇങ്ങോട്ട് പോരണം. തിരിച്ച് അങ്ങനെ ഇങ്ങോട്ട് കറങ്ങി പോരും അല്ലേ? ഇത് 44 പത്രം കൊണ്ട് ഇത്രയും ഏറിയ കറങ്ങണായിരുന്നു അന്ന് ഞാൻ തുടങ്ങുമ്പോ. അത് പിന്നെ ഞാൻ ഈ അന്നത്തെ കാലത്ത് ഈ ആഴ്ച 2 ദിവസമേ പത്രം കാരിക്കോട്ടിലുള്ളവർക്ക് കിട്ടുള്ളൂ. കാരണം ചന്ത ദിവസം ആരെങ്കിലും വരുമ്പോ അവരുടെ തിങ്കൾ ചൊവ്വ ബുധൻ വരെയുള്ള അങ്ങ് കൊടുത്തു വിടും. പിന്നെ വ്യാഴാഴ്ച മുതലുള്ളത് പിന്നെ അടുത്ത ചന്തയ്ക്ക് കൊടുത്തു വിടും. അങ്ങനെയാ ഡെയിലി പത്രം വീട്ടിൽ കിട്ടാൻ തുടങ്ങിയത് ഞാൻ തുടങ്ങിയ പിന്നെ. അതെ അല്ലേ? ഈ പെരുവേലെ ആളുകൾക്ക് പത്രമായിരുന്നു ഈ കാരിക്കോട് അകത്തെ പ്രദേശങ്ങൾ, അതായത് പെരുവേടെ റിമോട്ട് ഏരിയകളിലെല്ലാം പത്രം കൃത്യമായിട്ട് കിട്ടി തുടങ്ങിയത് ഡെയിലി ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ എനിക്ക് കോപ്പികൾ കൂടാൻ തുടങ്ങി, പലരും എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇപ്പൊ വൈക്കം താലൂക്കിലെ 2ാമത്തെ മാതൃഭൂമിയുടെ ഏജന്റായി മാറിയായിരുന്നു. അത്രയും കോപ്പി എനിക്ക് കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാ പിന്നെ വടുന്നപ്പഴ ഏജന്റ്, കുന്നപ്പള്ളി ഏജന്റ്, മൂർക്കാട്ടുപടി ഏജന്റ്, ഇങ്ങനെ സബ് ഏജന്റുമാര് വന്ന് എല്ലാം പിന്നീട് ആൾ വന്നു. അന്നൊക്കെ ഒരു ഏജൻസി 600 ഒരു ഏജൻസി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കമ്പനി തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ അവിടെ ഒരു ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട്, കൊടുക്കാവോ എന്ന് പറഞ്ഞാൽ എൻ്റെ പരിധിക്കുള്ളിൽ നമ്മൾ പറഞ്ഞെങ്കിൽ കൊടുക്കുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏതൊരു കടക്കാരൻ ചോദിച്ചാലും ഏജൻസി കൊടുക്കും. അങ്ങനെയാ ഇപ്പൊ അവരുടെ സിസ്റ്റം. അപ്പൊ തുടങ്ങുമ്പോ ഈ 8, 10, 44 പത്രമായിട്ട് തുടങ്ങി. ഏറ്റവും കൂടിയ ഒരു അവസ്ഥയിൽ എത്ര പത്രങ്ങൾ ചേർന്ന് വന്നിട്ടുണ്ട്? ഏറ്റവും കൂടിയ 400 മുകളിൽ വന്നിട്ടുണ്ട്. 400 മുകളിൽ ഇപ്പോഴും അതുണ്ട്. ഇപ്പോഴും ഉണ്ട്. കാരണം അന്ന് മാതൃഭൂമി മാത്രമാണ് ഞാൻ പറഞ്ഞത്, മനോരമ കൂടാതെ. മനോരമയ്ക്ക് എനിക്ക് അന്ന് ഏജൻസി ഇല്ല, ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. മനോരമക്കാരന് മാതൃഭൂമി കൊടുത്തേച്ച് മനോരമ ഞാൻ എടുത്തു, അങ്ങനെ എടുക്കുമായിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു 500 പത്രത്തോളം എനിക്കുണ്ട് നിലവിൽ ഏജൻസി. നമ്മൾ ഈ 52 വർഷത്തെ ചരിത്രം പറയുമ്പോൾ അന്നത്തെ ആളുകളും ഇന്നത്തെ പുതിയ തലമുറയും തമ്മിലുള്ള ഒരു വ്യത്യാസം, അന്നത്തെ പത്രവായനയുടെ കാര്യത്തിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിലും ചെയ്യണം എന്തെങ്കിലും? അന്നത്തെ മാസവരിസംഖ്യ എത്രയാണെന്നറിയോ? 4 രൂപ ഒരു മാസത്തെ പത്രത്തിന്റെ വരിസംഖ്യ. വെറും 4 രൂപ. ഇന്ന് ഒരു പത്രത്തിന് ഇന്ന് ഒരു മാസത്തെ പത്രത്തിന് 300 രൂപയായില്ലേ, 285 ആയി. 4 രൂപ പിന്നെ 5 രൂപയാക്കി, 6 ആക്കി, 7.5 ആക്കി, 9.5 ആക്കി, 13.5 ആക്കി.
16.5 അങ്ങനെ റെഗുലറായിട്ട് ഒരു 3 രൂപ വീതം കൂടി അപ്പൊ ഈ നിലയിൽ എത്തിയേക്കുന്നത്. ഈ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഒരു വ്യത്യാസം അത് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും അതുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ ഈ ഒരു ചേട്ടനെ സംബന്ധിച്ച് ഇത്രയും അനുഭവ പരിചയം ഉണ്ടല്ലോ. എല്ലാ തരത്തിലുള്ള ആളുകളെയും ചേട്ടൻ കാണുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അപ്പൊ ആളുകളുടെ ഈ പത്രവായനയിൽ വന്നിട്ടുള്ള അതൊരു സംസ്കാരമാണ്. പത്രവായന എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ഒരു മാറ്റങ്ങള്, അതിന്റെ ഒരു പുരോഗതിയും അധോഗതിയും, അത്തരത്തിലുള്ള കയറ്റിറക്കങ്ങൾ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഈ 4 രൂപ വരിസംഖ്യ ഉള്ള കാലത്തുണ്ടല്ലോ, എനിക്ക് പത്രത്തിന്റെ പൈസ മേടിച്ചെടുക്കാൻ പെടുന്ന പാട് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ചന്ത ദിവസം ചന്തയുടെ അവിടെ പോയി നിൽക്കും. ചേന, ചേമ്പ്, കാച്ചില ഇതൊക്കെ കൊണ്ടുവന്ന് വിറ്റിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും ആണ് നമുക്ക് അത് അങ്ങനെ നോക്കി നിന്നാണ് പൈസ മേടിക്കുന്നത്. സാമ്പത്തികമായിട്ടില്ല. റബ്ബറൊന്നും അന്ന് കാര്യമായിട്ടില്ല. റബ്ബർ അവിടെ ഇവിടെ ചിലർക്ക് മാത്രമല്ലേ ഉള്ളൂ. റബ്ബർ വന്നേ പിന്നെയല്ലേ സാമ്പത്തികമായിട്ട് ആൾക്കാർ രക്ഷപ്പെട്ടത്. 52 വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ പത്രം ഇടുമ്പോൾ ആളുകൾ അവരുടെ പെരുമാറ്റം, അവരുടെ വായനാ രീതികൾ, ശീലങ്ങൾ, അതിനുശേഷം ഒരു 2-3 തലമുറകൾ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ പുതിയ തലമുറ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പത്രവായനയിലും അല്ലെങ്കിൽ ആളുകളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം വന്നൊരു മാറ്റം, ആ ഒരു വ്യത്യാസം, അതിനെ ചേട്ടൻ വിലയിരുത്താൻ പറ്റുമോ? ആദ്യകാലത്ത് എന്ന് പറയുമ്പോഴത്തേനും ഇത് നമ്മൾ ഒരു അത്ര താല്പര്യത്തോടു കൂടി അല്ല അന്ന് പത്രം വരുത്തുന്ന ആൾക്കാർ. പിന്നെ അതൊരു പ്രസ്റ്റീജ് വിഷയമായിരുന്നു. അതെ, പ്രസ്റ്റീജ്. കാരണം അത്രയും സാമ്പത്തികവും അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലാതെ പുതിയതായിട്ട് അങ്ങനെ ആരും തുടങ്ങുന്നില്ല. പിന്നെ നമ്മളുടെ ഈ ശ്രമവും കൊണ്ട്, കാരണം നമ്മളിപ്പോൾ ഒരാളെ കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഒരു പത്രം അങ്ങ് ഇടുകല്ലേ, അടുത്ത മാസം അങ്ങ് എടുത്തേ ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ പരിചയമുള്ള മുഖം ആണല്ലോ പിന്നെ നമ്മൾ എല്ലാവർക്കും നമ്മൾ ഈ പത്രത്തെ പരിചയപ്പെടുത്തി ഇടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട്. എന്ന് മുതലാണ് അതിനൊരു മാറ്റം വന്നു തുടങ്ങി, ആളുകൾ ഇങ്ങോട്ട് പത്രം ആവശ്യപ്പെട്ടു തുടങ്ങിയ ഒരു കാലഘട്ടം? ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 വർഷത്തിൽ കൂടുതൽ അങ്ങനെ ആയിട്ടില്ലെന്ന് വേണം പറയാൻ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുമായിരുന്നു. ഇപ്പൊ ഒരു പത്രം വേണ്ടെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ വേണ്ടെന്ന് പറഞ്ഞ് ഏതെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ആവശ്യമൊന്നും തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും, എന്നാൽ അടുത്ത മാസം വരെ ഒന്ന് ഇട്ടേരും കേട്ടോ, ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടും അല്ലെങ്കിൽ മകളുടെ കല്യാണമായിരുന്നു, ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ നിർത്തിയതാണ്. ഏതായാലും ഇപ്പോൾ ഒന്നും പത്രം നോക്കാഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇട്ടേക്ക് അങ്ങനെ പറഞ്ഞ് മേടിക്കുന്നവരുമുണ്ട്. നമ്മൾ പിന്നെ നിർത്തുന്ന ഒരാളെ നമ്മൾ വിടില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അതായത് ഈ മൊബൈൽ വരുന്നൊരു കാലഘട്ടത്തിന് മുമ്പ് ആളുകൾക്ക് ഏറ്റവും അധികം ആളുകൾക്ക് ഒരു പത്രം വായന പറഞ്ഞാൽ ഒരു അഡിക്ഷൻ ആയിരുന്നു, ഒരു ലഹരിയൊക്കെ ആയിരുന്ന കാലഘട്ടം. കാരണം രാവിലെ ചായയോടൊപ്പം ഈ പത്രം കിട്ടിയില്ലെങ്കിൽ ആ ദിവസം തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഇന്ന് ഈ മൊബൈലിന്റെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും വരവോട് കൂടിയിട്ട് ഈ അത്തരത്തിൽ ഉള്ള ആളുകൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ട് ചേർന്ന് തോന്നിയിട്ടുണ്ടോ? മാറ്റം ചില ആൾക്കാർക്ക് ഇപ്പോഴും നിർബന്ധം പത്രമുണ്ട്, രാവിലെ വേണം, നിർബന്ധം. താമസിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്നെ താമസിച്ച എന്നുള്ള ഒരു രീതിയിൽ ചോദിക്കുന്നവർ ധാരാളം പേരുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചേട്ടന്റെ ഈ നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാണല്ലോ, അപ്പൊ നമ്മുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്തെങ്കിലും ഈ പത്ര കൊടുക്കലിനെ ഇടലിനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ലാഴിയില്ല. സാമ്പത്തികമായിട്ട് ഇപ്പോൾ പൈസ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ നമ്മളോട് മോശമായ രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്, നമ്മൾ ഇപ്പൊ ഇത്രയും വർഷം പത്രം ഇടുവാണല്ലോ, ചിലപ്പോൾ 1-2 ദിവസം തുടർച്ചയായിട്ട് ഇടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? സാഹചര്യം ഇല്ല. കാരണം ഞാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ എൻ്റെ പത്രം മുടക്കിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു എന്ത് വീട് പട്ടിണിയാണെങ്കിലും ശരി, പത്ര ആഫീസിൽ ഞാൻ കറക്റ്റാണ്. അതാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഈ സമൂഹത്തിന് ഇന്ന് വരെ എനിക്കൊരു കടലാസ് വന്നിട്ടില്ല, താങ്കളുടെ പത്രം നാളെ മുതൽ തടയുമെന്ന് പറഞ്ഞു. പെരുവേൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മിക്ക ദിവസവും ഒരു ചുവന്ന കടലാസ് വരും, നാളെ നിങ്ങളെ ഇവിടെ തടയുന്നതായിരിക്കും പറഞ്ഞു. പൈസ അടച്ചില്ലെങ്കിൽ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഞാനിപ്പോ 73 മുതൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, 75 ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഏജൻസി എടുക്കണം. വെള്ളൂര് കമ്പനി വരുന്ന കഴിഞ്ഞപ്പോഴത്തേനും ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഏജൻസി കൂടി ഞാൻ എടുത്തു. അങ്ങനെ അന്ന് മുതലാണേലും എൻ്റെ പത്രം ഞാൻ പൈസ ഒരു കാരണവശാലും പെന്നിക്ക് വരുത്തിയിട്ടില്ല. അതാണ് നമ്മൾ ഈ തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥത, കമ്മിറ്റ്മെന്റ് പറയുന്നത്. ഇന്നും അത് എനിക്ക് നിർബന്ധം. സാമൂഹ്യ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. കാരണം നമ്മൾ ഒരു തൊഴില് അതിനെ കൃത്യമായി ഉത്തരവാദിത്തമായിട്ട് ചെയ്യുക, നിരന്തരമായി ചെയ്യുക, 52 വർഷത്തോളം ചെയ്യുക എന്നുള്ളത്
ഒരു സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു റിട്ടയർമെന്റ് പ്രായം പോലും ഒരു 56 വയസ്സാണ് സർക്കാർ ജോലി. അത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ 60 വയസ്സ്. അപ്പോൾ ഈ 52 വർഷമായിട്ട് ഒരേ തൊഴിൽ ഒരേ സ്വഭാവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു തൊഴിൽ ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് രവിച്ചേട്ടന്റെ അടുക്കൽ ഞങ്ങൾ എത്തിച്ചേരാനുള്ള കാരണവും അത് തന്നെയാണ്. ഇന്നും സൈക്കിളിലാണ്. അതെ അതെ, അതൊരു വലിയ കാര്യമാണ്. കാരണം ഈ ഇലക്ട്രിക് വാഹനമായിട്ട് പോലും എടുത്തിട്ടില്ല അല്ലെ? വണ്ടി ഉണ്ടെങ്കിലും ഞാൻ പത്രവിതരണത്തിന് എടുക്കുകയില്ല. അപ്പൊ രവിച്ചേട്ടന്റെ ആരോഗ്യത്തിന് മുന്നിൽ സൈക്കിൾ ഔട്ടാണെന്നുള്ളതാണ്. ആണെന്ന് കുടിക്കും. അതെ അതെ അതെ. എത്ര വയസ്സായി ഇപ്പൊ രവിച്ചേട്ടൻ? 78 വയസ്സ്. 78 വയസ്സ്. അപ്പൊ 52ഉം 26 വയസ്സിൽ തുടങ്ങിയതാണ് അല്ലെ? 26 വയസ്സിൽ തുടങ്ങി. 26 വയസ്സിൽ. അപ്പൊ ഇതൊരു ജോലി എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയതാണോ? അല്ല, അതിനു മുമ്പ് എനിക്ക് വീട് തീർപ്പുണ്ടായിരുന്നു. ഓ ഓ, ഞാൻ ഈ വീട് തീർക്കുന്ന കാലത്ത് പെരുവേല് വീട് തീർത്തോണ്ടിരുന്ന അവസരത്തിലാണ് ഈ ഏജൻസിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മുഴിത്തുരുത്തൻ എന്നും പറഞ്ഞ ഒരാളെ ഏജൻസി ഉണ്ടായിരുന്നു. ആ പുള്ളി പത്രം എന്നോട് വിതരണം ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് ദിവസം പുള്ളിയുടെ പത്രം വിതരണം ചെയ്യാനായിട്ട് പോയി. അപ്പൊ എനിക്ക് വീട് തീർപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീട് തീർപ്പും കൂടെ ചെയ്യാം. പെരുവേര് ബീഡി കമ്പനി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, സ്വരാജ് ബീഡി ഫാക്ടറി എന്നും പറഞ്ഞു. കേട്ടിട്ടുള്ളാവോ നിങ്ങളത്? 70 അത് തുടങ്ങിയത് ഞങ്ങള്. അതെ അതെ അതെ. 100 തൊഴിലാളികളുണ്ടായിരുന്നു. 100 തൊഴിലാളികൾ ഒരു ഫാക്ടറി. അന്നത്തെ കാലത്ത് 40,000 രൂപ സർക്കാരിൽ നിന്ന് അനുവദിച്ച് ഞങ്ങൾ പാലക്കാട്ട് ചെന്ന് ഇല ചുക്ക ഇതൊക്കെ എടുത്തോണ്ട് വന്ന്. എവിടെയായിരുന്നു അത് പെരുവേല്? അത് പെരുവേ ആദ്യം ചന്തക്കകത്തായിരുന്നു. നമ്മള് ഈ അഭിമുഖത്തിൽ കൂടി വെളിയിൽ വരുന്നത് പെരുവയുടെ ഒരു ചരിത്രവും കൂടിയാണ്. ഇന്നുള്ള പല ആളുകൾക്കും അറിയില്ല പെരുവേൽ ഇങ്ങനെ 100 പേര് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീഡി കമ്പനി ഉണ്ടായിരുന്നെന്നും 40,000 രൂപ ബീഡി ഫാക്ടറി. അതെല്ലാം കൊണ്ട് നമുക്ക് പെരുവയുടെ ഒരു ചരിത്രവും കൂടി നമുക്ക് രവിചേട്ടനിൽ കൂടി അറിയാൻ നമുക്ക് ശ്രമിക്കാം. ചേട്ടന്റെ ദിനചര്യകൾ എങ്ങനെയാണ്? ഒരു ദിവസം എപ്പോൾ എഴുന്നേറ്റ് തുടങ്ങിയെങ്കിലാണ് നമുക്കിത് കൃത്യസമയത്ത്? തുടങ്ങിയ കാലത്തൊക്കെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ പെരുവ ചെന്നാൽ മതി. അപ്പോഴേ ബസ്സിലാണല്ലോ പത്രം വരുന്നത്. അന്ന് ആ സമയത്ത് ചെന്നാൽ മതി. പക്ഷെ പെരുവ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ബസ് ഇല്ല എങ്കിൽ സൈക്കിളെ തലേ പമ്പിലോ കുറെ നാൾ കോട്ടയത്ത് പ്രസ് തുടങ്ങണതിന് ഒരുപാട് എറണാകുളത്ത് പത്രം മാതൃഭൂമി വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അന്നേരം പിറവത്ത് പോയി എടുക്കേണ്ടി വരും. അത് എടുത്തോണ്ട് വന്നിട്ട് വിതരണം ചെയ്യണം. അപ്പൊ ഈ ഫോണൊന്നും ഇല്ലെങ്കിൽ അപ്പൊ എങ്ങനെ അറിയിക്കും? അന്ന് ഫോണൊന്നും ഇല്ല. അപ്പൊ എങ്ങനെ അറിയിക്കും ഈ പത്രം വരുന്നില്ല എന്നുള്ള കാര്യം? അല്ല, ബസ്സില്ലെങ്കിൽ നമുക്കറിയാമല്ലോ. ഓ, അങ്ങനെ വരികയായിരുന്നു. അപ്പൊ നമ്മള് തലപ്പമ്പി ചെല്ലണം. രാവിലെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ടാണോ പോണേ? ഇല്ല, ഒന്നും കഴിക്കില്ല. കാൽച്ചായ കുടിക്കും, അത്രേ ഉള്ളൂ. കുടിച്ചിട്ട് നേരെ പത്രവിതരണത്തിന് പോകും. എത്ര സമയത്ത് അവസാനിക്കും ഇത്? അത് അന്നത്തെ കാലത്ത് സമയം കൂടുതൽ എടുക്കുമായിരുന്നു. കാരണം താമസമല്ലേ വന്നത്. പിന്നെ അകലെ കൂടുതലുണ്ടെങ്കിലും കോപ്പികൾ കുറവുമല്ലേ. അപ്പൊ പിന്നെ ഒരു 10-11 മണി വരെയെങ്കിലും അന്ന് വർക്ക് ചെയ്യണമായിരുന്നു അല്ലേ? അതിനുശേഷം പിന്നീട് എന്തായാലും ചേട്ടൻ വീട്ടിൽ വന്നിട്ട് പിന്നെ അന്നും വീട് തീർപ്പുണ്ട്. തുടക്കത്തിലുണ്ട്. അത് കഴിഞ്ഞ് പത്ര ഏജൻസി തുടങ്ങി 2 വർഷവും കൂടെ വീണ്ടും ഞാൻ അവിടെ. അപ്പൊ കമ്പനി പൊളിഞ്ഞു പോയിട്ട് ഓരോ കടക്കാര്, പെട്ടിക്കടക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും 2 പേരെ വീതം ഇരുത്തി വീട് തീർപ്പിക്കുമായിരുന്നു അവിടെ ചില്ലറ വരിക്ക് വേണ്ടി. അങ്ങനെ ഞാൻ 2 വർഷത്തോളം അങ്ങനെ ചെയ്തു. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമാണ്. ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ച് 2 മക്കളാണ്. അവരിൽ ഒരാണും ഒരു പെണ്ണും. 2 പേരുടെയും കല്യാണം കഴിഞ്ഞ് 2 പേരും നല്ല സെറ്റിലായി. അപ്പൊ ഈ 2 കുട്ടികളുടെ വിദ്യാഭ്യാസം, വീട് പണി, ഇത്തരം നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ പത്രവിതരണത്തിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ സാധിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ച് ഇതെനിക്കൊരു ഉപജീവന മാർഗമാണ് അങ്ങനെ ചെന്ന് ഉറപ്പിച്ചു തുടങ്ങിയത് ഏത് കാലഘട്ടത്തിൽ? എങ്ങനെയാണ് അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്റെ മോൻ ഉണ്ടായി കഴിഞ്ഞാണ് ഞാൻ പത്ര ഏജൻസി തുടങ്ങിയത്. മോൻ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പത്രത്തിനെ പറ്റി ഞാൻ പറഞ്ഞാൽ പുള്ളിയുടെ വിതരണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ പെരുവ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ പുള്ളി. അപ്പൊ എന്നെ പരിചയമുണ്ട്. ഞാൻ കടയിൽ വീട് തീർക്കുവാണല്ലോ, എന്നെ പരിചയമുണ്ട്. അപ്പൊ ഈ പുള്ളി ഇങ്ങനെ ആവശ്യപ്പെട്ട് കുറച്ച് പത്രം വിതരണം ചെയ്യാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ആട്ടെന്നും പറഞ്ഞ് ഞാൻ പോയി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പുള്ളി അതിട്ട് ഉഴപ്പി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും അപ്പൊ പുള്ളിക്ക് വേണ്ടി പൈസ അടയ്ക്കാനൊക്കെ ഓഫീസിൽ, കോട്ടയത്ത് മാതൃഭൂമി ഓഫീസിൽ കോട്ടയത്ത് പോയി. അപ്പൊ അവിടുത്തെ സർക്കുലേഷൻ മാനേജർ ഈ പുള്ളിക്ക് പത്രം കെട്ട് തടയുമ്പോഴത്തേനും പുള്ളി ഇവിടെ വരും, പൈസ അടയ്ക്കണില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പൊ അങ്ങനെ പുള്ളി ഇതുപോലെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആ ഓഫീസിൽ ചെന്ന പരിചയമുണ്ടല്ലോ, എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ പുള്ളിയുടെ ഏജൻസി നിർത്തുക, ഒരു എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. സാമ്പത്തികമായിട്ട് തീരെ നിവൃത്തിയില്ല എനിക്ക്. ഡിപ്പോസിറ്റ് കെട്ടി വെക്കണമല്ലോ. അന്നും പത്രം കിട്ടണമെങ്കിൽ ഡെപ്പോസിറ്റ് കെട്ടി വെക്കണം. 2 മാസം വരിസംഖ്യ കെട്ടി വെക്കണം ഒരു പത്രത്തിന്. ശരി. അപ്പൊ അതിനുള്ള ബുദ്ധിമുട്ടായിരുന്നു.
മാർഗ്ഗമില്ല. ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് തീരെ ഒന്നിനും മാർഗ്ഗമില്ലാത്ത ഒരു അവസ്ഥയാണ്. വീട്ടുകാരുടെ ഒരു അഭിപ്രായമൊക്കെ എന്തൊക്കെയാണ്? വീട് തീർക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതും കഴിഞ്ഞാൽ നമ്മുടെ ചെലവൊക്കെ കഴിഞ്ഞാൽ വില 1 രൂപയൊക്കെ ആയിരിക്കും മിച്ചമുള്ളത്. അപ്പൊ അതുകൊണ്ട് കുടുംബത്തിലെ കാര്യം അല്ല, ഈ ചേച്ചി സമ്മതിക്കുമായിരുന്നോ ഈ ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചിരുന്നോ? ചേച്ചിയുടെ ചേച്ചിയുടെ ആലോചിച്ചിട്ടാ, ചേച്ചിയുടെ താലിമാല പണയം വെച്ചാ തുടങ്ങിയത്. ശരി. ഇപ്പൊ ഇത്രയും മക്കളെല്ലാം നല്ല നിലയിലെത്തി, അവരുടെ മക്കളായി. അപ്പൊ അവരാരെങ്കിലും ഈ തൊഴിൽ നിർത്തുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ചേട്ടൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഈ തൊഴിൽ നിർത്തിയാൽ ഇത്രയും കഷ്ടപ്പാട്, രാവിലെ എഴുന്നേക്കണം, ഇത്രയും ദൂരം ഇപ്പോഴും സൈക്കിൾ ചവിട്ടണം, അപ്പൊ ഇതൊന്ന് നിർത്തിയാൽ കൊള്ളാം, ഒന്ന് വിശ്രമിച്ചാൽ കൊള്ളാം, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ എനിക്ക് ഈ ഇടയ്ക്ക് അത്ര ഒരു ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഉണ്ടല്ലേ? കാരണം മുട്ടുവേദനയുണ്ട്, കൈയുടെ ഉരം വേദനയുണ്ട്. പക്ഷെ അപ്പോഴും മനസ്സ് വീണ്ടും ഇതിനെ അപ്പൊ നിർത്താനും ഒരു ബുദ്ധിമുട്ട് മനസ്സനുവദിക്കുന്നില്ല. കൊള്ളാം എന്ന് ചിലപ്പോ മനസ്സിൽ ഞാൻ വിചാരിക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അവള് പറയും പറ്റിയാലേ നിർത്ത് എന്ന് പറയും. പക്ഷെ നമ്മളെങ്ങനെ കൊണ്ടു നടക്കുക. എന്റെ മക്കളാരും പറഞ്ഞിട്ടില്ല തുടർന്ന് പോകണ്ട എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ മഴ, വെയില്, കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരുമല്ലോ. കാലാവസ്ഥയൊക്കെ രാവിലെ എഴുന്നേക്കാനൊക്കെ താമസിച്ചില്ല, ഒന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഏത് മഴയത്ത് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പേര് മഴയാണേലും ശരി ഇറങ്ങും, നിൽക്കിയല്ല, അങ്ങ് പോവുള്ളൂ, കോട്ടിട്ട് പോവുള്ളൂ. ഇപ്പൊ എത്ര ഏജൻസി ചേട്ടന്റെ കീഴിലുണ്ട്? കീഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുവേല് എന്റെ ശിഷ്യന്മാരാണ്. പത്രം വിതരണം ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്നെക്കാളൊക്കെ ഉയർന്ന നിലപാടിൽ ഇപ്പൊ എത്തിയിരിക്കുക. കാരണം ഇപ്പോ അന്ന് ഒരു 10 പത്രം ഞാൻ വിതരണം ചെയ്യട്ടെ എന്ന് ചോദിച്ച് വന്ന് ഓരോ പിള്ളേർ, പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ചെലവിനുള്ള ഇതിനു വേണ്ടിയിട്ട് പലരും എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ പത്രം വാങ്ങിച്ച് ഒരു 10-15 ഒക്കെ വീതം വാങ്ങിച്ചോണ്ട് പോയി വിതരണം ചെയ്യും. അതിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടും. അങ്ങനെയൊക്കെ ശേഷം അവർ പഠിക്കാൻ പോകും. അങ്ങനെയുള്ള ഒത്തിരി പിള്ളേർ വരും. ഒരുപാട് ഈ പെരുവേലുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന പലരും നമ്മളെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണ് നിറഞ്ഞ എന്തെങ്കിലും അനുഭവങ്ങൾ ചേട്ടൻ ഇതിൽ നിന്നുണ്ടായിട്ടുണ്ടോ? സന്തോഷമായിക്കോട്ടെ, സങ്കടമായിക്കോട്ടെ. സങ്കടപ്പെടുത്തിയ സമയം ചില വ്യക്തികൾ പൈസ ചോദിക്കും. സാമ്പത്തികമല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. കാരണം ആരോട് ഞാൻ അങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കാറുമില്ല. ഇനിയിപ്പോ പൈസ തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ പ്രസ് ചെയ്യാറുമില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിവൃത്തിയില്ല, നിങ്ങൾ ഇത് തന്നെങ്കിലല്ലേ എനിക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് നാളെ പത്രം വരികയല്ലോ. ഇങ്ങനെയൊക്കെ അല്ലാതെ ഞാൻ കർശനമായിട്ട് അങ്ങനെ ആരോടും അങ്ങനെ പറയാറില്ല. അല്ലെ? ആരെങ്കിലും ചേട്ടനെ വന്ന് അഭിനന്ദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ട് ഇത്ര വർഷമായാലും എന്തോരം ആൾക്കാർ, ഇഷ്ടം പോലെ ആൾക്കാർ. ഞാൻ പഴയ കാലത്ത് കാരിക്കോട്ടിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോ മൂർക്കാട്ടുപടി ഏജൻസിയൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാനാണല്ലോ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേ. അത് കഴിഞ്ഞ് എൻ്റെ കീഴിലാണ് ചന്ദ്രനൊക്കെ വന്നത്. ചന്ദ്രനൊക്കെ എനിക്ക് വിതരണത്തിന് വേണ്ടി വന്നതാ. അതെ അല്ലെ? ഈ ഒരു തലമുറ, അവരുടെ മക്കള്, അവരുടെ അടുത്ത തലമുറ, അങ്ങനെ ഒരു 2-3 തലമുറകളുണ്ട്. അവരൊക്കെ അയ്യോ ഇപ്പത്തെ കണ്ടാലും ശരി, അയ്യോ ഇപ്പൊ എന്നെ പണി വല്ലതും ഉണ്ടോ? അപ്പൊ ഞാൻ പറയും ഉണ്ടെന്ന് പറയുകയാണ്, ഇത് നിർത്തിയില്ല ഇതുവരെ എന്ന് ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതെല്ലേ? ഓരോ വീട്ടിലെ പിള്ളേർ അവരൊക്കെ UK-ലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. ചിലപ്പോ വരുമ്പോ നമ്മളെ കാണുമ്പോ സന്തോഷം, വളരെ സന്തോഷമായിട്ട്. നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങള് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത്, മരണങ്ങള്, അപ്പൊ അത്ര സമയത്ത് ഈ തൊഴിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ തൊഴിലിനെയോ ബാധിച്ചിട്ടുണ്ടോ? ചേട്ടന്റെ തൊഴിലിനെ ബാധിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അന്നേരം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ ആരോടെങ്കിലും സഹായിക്കാൻ ചെയ്യും. അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വല്ല വന്നിട്ടുണ്ടോ ഈ തൊഴിൽ കാരണം? എവിടെയെങ്കിലും ദൂര സ്ഥലത്തൊന്നും യാത്ര, കുടുംബമായിട്ട്? ഞാനില്ലല്ലോ എങ്ങും, ഒരു ടൂർ പോലും പോകാത്ത വ്യക്തിയാ ഞാൻ. എങ്ങും പോകാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ സ്വന്തം സന്തോഷങ്ങൾ കുറെ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് തൊഴിലിന് വേണ്ടി. ഒത്തിരി. ഒരു പ്രാവശ്യം ഞങ്ങള് ഏജൻസികൾ ഒരിക്കൽ ഞങ്ങളുടെ ഈ ആഗസ്റ്റ് 15-ന് സെക്രട്ടേറിയറ്റിൽ ഒരു ധർണ വെക്കണമെന്നും പറഞ്ഞു. പിറ്റേ ദിവസം പത്രം ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അന്ന് ഞങ്ങളിങ്ങനെ തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റിൽ ഒരു ധർണ നടത്താനായിട്ട് പോയി. അങ്ങനെ ഒന്ന് തിരുവനന്തപുരം പോയി. അപ്പൊ എനിക്ക് തോന്നുന്നത് സാധാരണ ഇപ്പോഴത്തെ ഈ തലമുറയിലെ കുട്ടികൾ തൊഴിൽ ചെയ്യുന്നത് സന്തോഷം കണ്ടെത്താനായിട്ടാണ്. ചേട്ടന്റെ തൊഴിൽ തന്നെ ഒരു സന്തോഷമായിട്ട് കൊണ്ടുനടക്കുകയാണ്. ഒരു കാരണവശാലും ഇത് ഇട്ടേച്ച് പോകാൻ. പിന്നെ എനിക്ക് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10-40 വർഷമായിട്ട് ലാജി എന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് എന്റെ കുറവ് അവന് കത്തും. ലാജിയേട്ടൻ ശരി. കാരണം ഞാൻ പോണ ഏരിയ അവന്റെ കഴിച്ചിട്ട് എന്റെ ഏരിയയിലും കൂടെ അവൻ വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ലാജി ഒത്തിരി സഹായം ചെയ്തു. എപ്പോഴെങ്കിലും ചേട്ടന് ഇങ്ങനെ സ്വകാര്യ സന്തോഷങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നതിൽ നിരാശ തോന്നിയിട്ടുണ്ടോ? ഈ പത്ര വിതരണം എനിക്ക് നിരാശ ഒന്നും വന്നിട്ടില്ല. അത് നമ്മുടെ ജീവിതമാർഗ്ഗമല്ലേ, പിന്നെ നിരാശ പരിചയമുണ്ടോ? അതെ.
അപ്പോൾ ഏറ്റവും സന്തോഷം നൽകുന്ന നമ്മൾ ഇതും കൊണ്ടാണല്ലോ ജീവിച്ചതും ഇന്നും ജീവിക്കുന്നതും അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു നിരാശ ഇന്നും വരെ ഉണ്ടായി. പരാതി പരിഭവം ഒന്നുമില്ല. കാരണം നമ്മുടെ ഒന്നുമില്ലായ്മയിൽ നിന്നാണല്ലോ നമുക്കെല്ലാം കിട്ടിയത് ഈ തൊഴിലിൽ നിന്നാണ്. ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തൊഴിലിനെ അത്രമേൽ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് കഷ്ടപ്പാടില്ല. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, എപ്പോഴും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു, അതുകൊണ്ട് കഷ്ടപ്പാടില്ല. മഴയാണെങ്കിൽ ഞാൻ കുട പിടിക്കാറില്ല, കാണാറുണ്ടല്ലോ, തൊപ്പി മാത്രം തലവെച്ചോണ്ട് മഴ നനഞ്ഞ് വിതരണം ചെയ്യാൻ ഞാൻ കാണാറുണ്ട്. അത് എനിക്ക് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ല. കുട പിടിച്ച് സൈക്കിളിൽ കയറാനൊക്കെ പാടാ. അത് കാരണം ഞാൻ ഈ തൊപ്പി തല വയ്ക്കും, എന്നിട്ട് ഞാൻ നനയും. തിരിച്ചു വരുമ്പോഴത്തേ മുറി ഷർട്ടും മുണ്ടും ഉണ്ടല്ലോ, മാറ്റാമല്ലോ. മാതൃഭൂമിയൊക്കെ ആദരിച്ചു അവര് മാതൃഭൂമിയുടെ 100ാം വാർഷികം, എന്റെ 50ാം വാർഷികം ഒരുമിച്ചായിരുന്നു. നെടുമ്പാശ്ശേരി വെച്ചായിരുന്നു. കേന്ദ്രമന്ത്രി, മുഖ്യമന്ത്രി, പിന്നെ മാതൃഭൂമിയുടെ വലിയ വലിയ ആൾക്കാർ എല്ലാവരും പങ്കെടുത്ത്. അപ്പോ ഈ കുട്ടികളുടെ ഇന്നിപ്പോ കുട്ടികൾക്ക് കാർട്ടൂണുകളായിട്ട് നിലവിൽ ടിവിയിലും മൊബൈലിലും ഒക്കെ ഒരുപാട് ഗെയിമുകളൊക്കെ വന്നു. പക്ഷെ ഇതില്ലാതിരുന്നൊരു കാലഘട്ടം, ഈ ടിവിയിൽ കാർട്ടൂണുകളോ മൊബൈൽ ഗെയിമുകളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ബാലരമ, കബീഷ്, കിഷ്കു, കളിക്കുടുക്ക ഇത്തരം കാര്യങ്ങൾ, ഇതിലെല്ലാം കുട്ടികൾ ചേട്ടനെ കാത്തിരിക്കുകയും സൈക്കിൾ ബെല്ലിന് വേണ്ടിട്ട് ഞാൻ കാത്തിരുന്നിട്ടുള്ള അനുഭവങ്ങളെന്ന് പറയാം. അതാ കിട്ടുന്ന ദിവസം കറക്റ്റ് അവർക്കറിയാം. ഇപ്പൊ തിങ്കളാഴ്ച കിട്ടുന്ന സാധനമാണെങ്കിൽ തിങ്കളാഴ്ച കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർ നോക്കിയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴായാലും അവിടെ കാത്തിരിക്കും. അത് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറയും. അത്രയ്ക്കും ആകാംക്ഷയോടുകൂടി പിള്ളേർ കാത്തിരിക്കുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. ഈ അച്ഛനും അമ്മയും അറിയാതെ ചേട്ടനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബാലരമ വേണം അടുത്ത ആഴ്ച വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, പൈസ കിട്ടണം. അപ്പൊ അങ്ങനെയാണ് അവര് ഇവര് കൊച്ചുങ്ങളിങ്ങനെ ചോദിച്ചായിരുന്നു എങ്ങനെയാ കൊടുക്കണോ എന്ന് അവരോട് ചോദിക്കും. കാരണം എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. വീട്ടുകാരറിയാതെ ഞാൻ രവിചേട്ടനോട് പറഞ്ഞു തരിക. അപ്പൊ അന്നേരം രവിചേട്ടൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അമ്മയോട് പറയാണ്ട് തരുമല്ലോ, അവരോട് ചോദിക്കാൻ ബാലരമ ഇട്ടേക്കാം അല്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലേ. അവരോട് ചോദിക്കാൻ കൊടുക്കാൻ പറ്റിയല്ലോ, വൈകാരണ്ടേ. നമ്മൾ ഈ റോഡുകളിൽ പോകുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടികളല്ലാതെ പുതിയ പിള്ളേർ ചേട്ടാ എനിക്കൊരു ബാലരമ തരാവോ, കയ്യിലുണ്ടോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? അത് അങ്ങനെ വളരെ അപൂർവം അല്ലേ. കാരണം അങ്ങനെ ചോദിക്കാനൊരു അവസരം നമ്മളെ കിട്ടുന്നില്ലല്ലോ. നമ്മള് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. അത് കാരണം അങ്ങനെ എവിടെയെങ്കിലും നിന്നെങ്കിലല്ലേ ഇതും പിള്ളേർ കാണുവാണെങ്കിൽ ഞാനിതൊന്ന് വായിച്ചോട്ടെ എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ നിൽക്കണമല്ലോ. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അതിന്റെ ഇത് ചേട്ടൻ ഇത് ഒരു തൊഴിലായിട്ട് ചെയ്തു, ഇത്രയും കുടുംബം ഇത്രയും നാള് അതുകൊണ്ടാണ് വളർന്നത്. അപ്പൊ ഇതിന്റെ ഒരു വരുമാനം എങ്ങനെയാണ്, അതിന്റെ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ? വരുമാനം എന്ന് പറയുമ്പോഴത്തേനും ഇപ്പൊ 25% കമ്മീഷനാണ് നമുക്കുള്ളത്. ഇപ്പൊ 25-27% മുഴുവൻ വരിസംഖ്യയുടെ 27% വരെ ഇപ്പൊ കിട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ ₹1 27 പൈസ നമുക്ക് കിട്ടും. റെഗുലറായിട്ട് കാര്യങ്ങൾ അങ്ങ് പോകും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 10 പേര് ഈ മാസം പൈസ തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തരാതെ വരും, അടുത്ത മാസം തരാമെന്ന് പറയും. അപ്പൊ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ആഫീസിൽ കറക്റ്റാന്ന് ഞാൻ പറഞ്ഞല്ലോ. ആഫീസിൽ അടച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒത്തിരി കാലങ്ങളുണ്ട്. ഞാൻ ബ്ലേഡിൽ നിന്നൊക്കെ എടുത്ത് പത്രത്തിനും അടച്ചിട്ടുണ്ട്. കാരണം വീട്ടിലെ പിള്ളേരുടെ പഠിത്തം, അവരുടെ കാര്യങ്ങള്, ഇതെല്ലാത്തിനും നമുക്ക് പൈസ തികയാതെ വരും. ഇപ്പൊ ഒരു ടൂർ പോകണമെന്ന് പിള്ളേർ സ്കൂളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ചിലപ്പോ അന്നത്തെ കാലത്ത് 10,000 1500 വേണമെങ്കിൽ എന്റെ ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒരു ബ്ലേഡുകാരനോടായാലും ഈ നമ്മൾ പത്രത്തിനകത്ത് നോട്ടീസ് വെച്ച് വിതരണം ചെയ്യുന്ന ഒരു കീഴ്വഴക്കം പണ്ടുതൊട്ടേ ആളുകൾ ശീലിച്ചു. നോട്ടീസ് വിൽക്കാൻ പാടില്ല എന്നാണ് കമ്പനി നിയമം. അവര് പലപ്പോഴും ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ പേപ്പറിനകത്ത് ഒരു പ്രസിദ്ധീകരണങ്ങളും വെക്കാൻ പാടില്ല എന്നും പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവർക്ക്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു യൂണിയനും ഇല്ല, ഏജൻസി ഒരു ആനുകൂല്യങ്ങളും ഇന്ന് വരെ പത്രക്കാർ തന്നിട്ടുമില്ല, തരുന്നുമില്ല. ഈ കൊടുക്കുന്ന പത്രത്തിന്റെ കമ്മീഷൻ കമ്മീഷൻ മാത്രം, അങ്ങനെയുള്ള ഒന്നുമില്ല. നിങ്ങളെ ഒരു ജോലിക്കാരായിട്ട് പരിഗണിച്ചിട്ടില്ല. ഇല്ല ഇന്ന് ഒന്നുമില്ല. കാരണം നമ്മൾ കമ്മീഷൻ വ്യവസ്ഥ പണിയെടുക്കുന്നത്, അവര് തരുന്ന സാധനത്തിന്റെ കമ്മീഷൻ കഴിച്ചുള്ള പൈസ നമ്മളെ അടയ്ക്കുന്നു. ഈ പത്ര വിതരണത്തിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അപകടങ്ങൾ ഉണ്ടായാൽ അത് അവർക്ക് ഒരു ചെറിയ ഇൻഷുറൻസ് പരിപാടിയുണ്ട്. ഇപ്പൊ എനിക്ക് കണ്ണ് ഓപ്പറേഷൻ ചെയ്യാൻ, അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബില്ലൊക്കെ അയച്ചു കഴിഞ്ഞപ്പോഴത്തേനും മാതൃഭൂമിക്കാർക്ക് ഒരു 20,000 വരെ തരാനുള്ള ഇതുണ്ട്. മനോരമക്കാരാവും തരില്ല. മനോരമക്കാര് മാതൃഭൂമി 20,000 തരുമ്പോൾ മനോരമക്കാർ കൂടി വന്ന 7,000 വരും.
എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു ഫണ്ടില്ല അവർ നിയമമില്ല. ചേട്ടൻ എത്ര പത്രങ്ങൾ ഒരു ദിവസം വായിക്കും? ഞാൻ അങ്ങനെ കൂടുതലായിട്ട് വായിക്കുന്നത് മാതൃഭൂമിയാണ്. പിന്നെ മനോരമ മിച്ചം വന്നാൽ അത് കൂടെ കൊണ്ടുവരും. കിട്ടുന്ന സമയം കൊണ്ട് ഇത് രണ്ടും വായിക്കും. എല്ലാം വായിച്ചു തീർക്കും. പിന്നെ ഇത് രണ്ടും വായിക്കാൻ എനിക്ക് അറിയാവുള്ളൂ, ഇംഗ്ലീഷ് വായിക്കാൻ എനിക്ക് അറിയാവുന്നില്ല. ഈ നമ്മള് ഈ രാഷ്ട്രീയക്കാരുടെ പത്രങ്ങൾ ഇടുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരുടെ പത്രം പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുമില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലെ? എന്റെ പണ്ട് തൊട്ടുള്ളൊരു സംശയമുണ്ട്. അതായത് നമ്മള് എങ്ങനെ ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റും? ഇതിപ്പോ ഈ വീട്ടിൽ മാതൃഭൂമി, ആ വീട്ടിൽ മനോരമ, അവിടെ വനിത ഇടണം, ഇവിടെ കളിക്കൂട്ട് ഇടണം, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യണമെന്ന് ഓർമ്മയിൽ അത് നമ്മുടെ ഓർമ്മയിലാ. ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മാസം ഇപ്പൊ കൊടുക്കുമ്പോ ഇന്ന പത്രം കൊടുക്കണമെങ്കിൽ വേറൊരു മാസം അടുത്ത മാസം ചിലപ്പോൾ മാറ്റുമല്ലോ അവര്. ഈ മാതൃഭൂമി വരുത്തണവര് അടുത്ത മാസം വരെ എനിക്ക് മനോരമ മതി എന്ന് പറയും, ഇല്ലെങ്കിൽ മംഗളം മതി എന്ന് പറയും. അപ്പൊ ആ മാസം നിർത്തിയിട്ട് അവർക്ക് അത് കൊടുക്കും. ആ കൊടുക്കുന്ന സാധനം അത്രയും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമല്ലോ. പിന്നെ അത് ഓരോന്നും അടിക്കി സെപ്പറേറ്റ് വെക്കുക. മനോരമയുടെ കൂടെ മാതൃഭൂമി അകത്ത് വെക്കുകയല്ല, സെപ്പറേറ്റ് ഓരോ അടുക്കങ്ങനെ മാറ്റി വയ്ക്കുക. അപ്പൊ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ആ പത്രമാണെന്ന് അറിയാമല്ലോ. അപ്പൊ അതിൽ നിന്ന് എടുത്ത് അങ്ങ് കൊടുക്കാൻ പറ്റും. 73 ചേട്ടൻ പത്ര 73 74 75 അടിയന്തരാവസ്ഥ കാലത്ത് പത്ര വിതരണം നടത്തിയിരുന്നതിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ചേട്ടൻ? അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് തന്നെ കുഴപ്പം, നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പത്രം കൃത്യമായി വന്നിരുന്നു അല്ലേ? ഒരു പ്രശ്നം ഉണ്ടായത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചില്ലേ 1954. ആ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുമ്പോൾ എനിക്ക് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഏജൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പോർട്ട് കൊച്ചിയിലാ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഓഫീസ്. പൈസ അടയ്ക്കാനായിട്ട് അപ്പൊ എല്ലാ മാസവും ലാസ്റ്റ് ദിവസമാണ് പോകാറ്. ഒക്ടോബർ 31-നാണല്ലോ. അന്ന് ഞാൻ പൈസ അടയ്ക്കാനായിട്ട് പോർട്ട് കൊച്ചിയിലെ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റെന്ന് ഓഫീസിൽ നിന്ന് അറിയുന്നത്. അപ്പൊ പോരാൻ ഒരു മാർഗവും ഇല്ല. എങ്ങനെ അപ്പോഴത്തേന് എല്ലാം നിന്നുപോയി. ഒരു സോഡ പോലും കൂടി കിട്ടിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു ആ സമയത്ത്. അപ്പൊ ഒരു മാർഗമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ അവിടുന്ന് ഒരു ബോട്ട് കയറി കണ്ണമാലിയിൽ ഇറങ്ങി. കണ്ണമാലിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് എറണാകുളത്തേക്ക് ബോട്ടിൽ വന്നിറങ്ങി. എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റോപ്പ് എല്ലാം മാറി ഒരു മണി 1:30 വരെ ഒരു രക്ഷയില്ല. വരുന്ന ട്രെയിനിലൊന്നും കയറാൻ യാതൊരു നിവൃത്തിയില്ല. വെള്ളൂർ വന്ന് ഇറങ്ങിയിട്ട് നടന്നു പോരാമല്ലോ. അവസാനം ഒരു 1:30 ആയപ്പോഴത്തേനും ഒരു ട്രെയിൻ അതിൽ ചാടിക്കയറി വെള്ളൂർ വന്ന് ഇറങ്ങി. അവിടെ നിന്ന് നടന്ന് പെരുവ വന്നിട്ട് പെരുവെന്ന് സൈക്കിൾ എടുത്ത് തലൽപ്പമ്പ് പോയി പത്രം എടുത്തോണ്ട് വന്ന് വിതരണം ചെയ്ത്. അന്നൊക്കെ പിറ്റേ ദിവസം കാരണം പോണൊന്നുമില്ലല്ലോ, നമ്മളെവിടെ പോയെന്നുള്ള വീട്ടുകാർക്ക് അറിയാൻ പാടില്ല. കാരണം തലേദിവസം ഇവിടുന്ന് രാവിലെ ഇറങ്ങിയ ആള് പിറ്റേ ദിവസമായിട്ട് വരുന്നില്ല. വീട്ടുകാർ വിളിച്ചു ചോദിക്കാൻ വല്ല മാർഗമുണ്ടോ? അങ്ങനെയുള്ള കഷ്ടപ്പാടുകളും. മുളക്കുളം പഞ്ചായത്തില് ഈ പത്രം ആദ്യം കാണുന്ന ചേട്ടനാണ് അല്ലെ? മറ്റാര് കാണുന്നതിനേക്കാളും ഏറ്റവും ആദ്യം കാണുന്ന ഒരാളെയും ഞാൻ പറയുന്നത് ഇന്നത്തെ കാലത്തല്ല, പണ്ട്. ഇപ്പൊ ഈ നവമാധ്യമങ്ങൾ വന്നതിന് ശേഷം മൊബൈലിലും കാണുന്നുണ്ട്. പക്ഷെ പണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആദ്യം പത്രം കാണുന്ന ആള് ചേട്ടനാണ്. അപ്പൊ ഏതെങ്കിലും വാർത്ത കണ്ടിട്ട് ചേട്ടന്റെ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ, മനസ്സിന് സന്തോഷം ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? വാർത്ത കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം പിടിച്ച് നോക്കണില്ലല്ലോ. നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുക്കി പെറുക്കി പിള്ളേർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുത്ത് നമ്മൾ ഒക്കെ പോവുക. പിന്നെ തീർന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ മെയിൻ വാർത്ത എന്നാണെന്ന് വരെ നമ്മൾ നോക്കുക. വായിക്കാൻ സമയമില്ലല്ലോ. ആദ്യം കാണുന്ന ആളാണെങ്കിലും ആദ്യം വായിക്കുന്നത് ചേട്ടനല്ല. അതായത് പണ്ട് ഞാനൊക്കെ ഈ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ചവിട്ടുന്ന ഒരു കാലത്ത് സ്വന്തമായിട്ട് സൈക്കിൾ വളരെ കുറവാണ് ആളുകൾക്ക് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പൊ അന്ന് സ്വന്തമായിട്ട് സൈക്കിളിലാണ് ചേട്ടൻ ഇത് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സൈക്കിളുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഏതാണ് ചേട്ടൻ്റെ ആദ്യത്തെ സൈക്കിൾ എനിക്ക് ഏജൻസി ഉണ്ടാകുന്നതിന് മുമ്പുണ്ട്. ആദ്യമായിട്ട് സ്വന്തമാക്കിയ സൈക്കിൾ ഉണ്ട്. ഞാൻ വീട് കിടക്കുമ്പോഴത്തേന് ഞാൻ കാരിക്കോട്ടിലാണല്ലോ വീട്. മുളക്കുളം കൂടിയാ മിക്കവാറും വന്നത്. രാത്രി ഇവിടുന്ന് വൈകിട്ടല്ലേ പോകുമ്പോ വീട്ടിലേക്ക് എത്തണമെങ്കിൽ സൈക്കിളില്ലെങ്കിൽ നടന്ന സ്വന്തം സ്ഥലം കാരിക്കോടായിരുന്നു അല്ലേ? പിന്നെ അങ്ങനെയൊക്കെയാണ് വീട് കയറുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് സൈക്കിളുണ്ട്. അപ്പോൾ കാരണം എനിക്ക് വിതരണം തുടങ്ങുമ്പോൾ എനിക്ക് സൈക്കിളിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല. അതേത് സൈക്കിളായിരുന്നു? അന്ന് റാലി ആയിരുന്നു. റാലി സൈക്കിളായിരുന്നു ആദ്യമായിട്ടുണ്ടായിരുന്ന. റാലി ആയിരുന്നു. ആ സൈക്കിളിലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും അത് പഴയതായി. പത്ര വിതരണത്തിന് സൈക്കിൾ വേണമല്ലോ നല്ലത്. അപ്പോൾ അത് മോശമായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വേറൊരു വണ്ടി സൈക്കിള്
ഞാൻ അന്ന് ചേർത്തല പോയി എടുത്തോണ്ട് വന്നു. പുതിയത്. ഇതിപ്പോ എത്രാമത്തെ സൈക്കിളാണ് ചേട്ടൻ? ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് ആ സൈക്കിള് 99 വരെ ഉപയോഗിച്ചു. 2 സൈക്കിള് കൊണ്ട് 99 വരെ ഉപയോഗിച്ചു. 2000 ആയി കഴിഞ്ഞപ്പോഴത്തേനും കമ്പനിയിൽ നിന്ന് അപ്പൊ ഇത്ര പത്രം കൂട്ടിയാൽ ഒരു സൈക്കിൾ കിട്ടുമെന്നൊരു സ്കീം അവർ വെച്ച്. അപ്പോൾ ഒരു 15 പത്രം കൂട്ടിയാൽ ഒരു സൈക്കിൾ തരാമെന്ന് ഉള്ളൊരു സ്കീം വെച്ച്. അത് ആ 15 പത്രം കുറേ നാൾ കഴിഞ്ഞാൽ നിർത്താൻ പറ്റുള്ളൂ. ആ സ്കീമിൽ ഒരു സൈക്കിൾ മേടിച്ച്. അതേതായിരുന്നു? അതേ ഇപ്പൊ നിലവിലുള്ള സൈക്കിളാണ്. 2000 സൈക്കിളാണ് ഇപ്പോൾ ഉള്ളത്. 2000 സൈക്കിളാണ്. 25 വർഷം ആയിട്ട് ഞാൻ അത് മാറ്റിയിട്ടില്ല. അതിന്റെ പാഴ്സ് ഒക്കെ മാറ്റുമെന്നെങ്കിലും അത് എപ്പോഴെങ്കിലും ഈ സൈക്കിൾ മാറ്റി ഇലക്ട്രിക് സ്കൂട്ടർ ആക്കണം, അല്ലെങ്കിൽ ബൈക്ക്. ഇപ്പൊ ഇലക്ട്രിക് സ്കൂട്ടർ ഇപ്പോഴാണ് ഉണ്ടായത്. ഒരു ബൈക്ക് വാങ്ങിച്ച് അതിൽ പോകണം. ഇപ്പൊ എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു 25 വർഷമായിട്ട് എനിക്ക് വണ്ടി ഉണ്ടല്ലോ, അറിയാം. അതിൽ പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. സൈക്കിൾ തന്നെയാണ്. സൈക്കിള് എനിക്ക് ഇഷ്ടം, സൈക്കിളിൽ പോണതാ ഇപ്പോഴും. അപ്പൊ സൈക്കിളിനോട് ഒരു വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട്. സൈക്കിളിനോട് ഇന്നും എനിക്ക്, കാരണം ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല സൈക്കിൾ ചവിട്ടണമല്ലോ എന്നുള്ളത്. അതാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. അത് തന്നെയാണ്. സന്തോഷമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. ആ പെട്രോൾ അടിക്കുന്ന കാശ് കൊണ്ട് എനിക്ക് ചായ പിടിക്കാതെ. ആലപ്പുഴ പോലുള്ള ജില്ലകളിലൊക്കെ മുഴുവൻ കുന്നുകളെല്ലാം നിരപ്പായ, അതുകൊണ്ടാണ് അവിടുത്തെ ആളുകൾ കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ഭൂപ്രദേശത്തിന് പറ്റിയ ഒരു വാഹനമല്ല സൈക്കിൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം കുന്നുകൾ, ഇപ്പൊ ചേട്ടൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടുന്ന് അതുമായിട്ട് പുറത്തിറങ്ങി പെരുവേക്ക് ചെന്ന് അവിടുന്ന് സൈക്കിൾ എടുത്ത് വീണ്ടും, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ, അനുഭവങ്ങളൊന്ന് പറയാം. ഒരു 25 വർഷം മുമ്പ് വരെ സൈക്കിളിലാണല്ലോ ഞാൻ ഇവിടുന്ന് ഈ കയറ്റം മുഴുവൻ തള്ളി കയറ്റി, ആ മണുക്കുന്ന് കയറ്റം തള്ളി, എല്ലാം കയറ്റം മുഴുവൻ തള്ളി കൊണ്ടാണല്ലോ പോണത്. ഒരു 25 വർഷമായിട്ട് പിന്നെ വണ്ടി ഉള്ളത് കൊണ്ട് സൈക്കിൾ പെരുവയ്ക്കും. വണ്ടി ഇങ്ങോട്ട് കൊണ്ടുതരാം. അപ്പൊ സൈക്കിൾ പെരുവ വെച്ചിട്ട് ഇവിടുന്ന് വണ്ടിക്ക് ചെന്ന് വണ്ടി അവിടെ വെച്ച് സൈക്കിൾ എടുക്കും. ഇപ്പൊ ഏതെങ്കിലും വീട്ടിലേക്ക് പത്രം കൊണ്ടിടാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? സൈക്കിളിൽ ചെന്ന് കൊണ്ടിടാൻ ബുദ്ധിമുട്ടാണ്, സ്ഥിരം വരാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. ബുദ്ധിമുട്ട് തോന്നിയവരോട് ഞാൻ പറയും, ഏതെങ്കിലും അടുത്ത ഏതെങ്കിലും സ്ഥലത്ത് ഇടാം, അവിടുന്ന് നിങ്ങൾ എടുക്കുമെന്നെങ്കിലും ചെയ്യും, അല്ല എനിക്ക് അങ്ങോട്ട് വരാൻ നിവൃത്തിയില്ല. കാരണം ഒരു ദിവസം വന്നാൽ പോരല്ലോ, എല്ലാ ദിവസവും വരണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 3-4 പേപ്പറൊക്കെ ഓരോ വീട്ടിലിട്ടിട്ട് അവരെടുത്തോണ്ട് പോകും, പലരും വന്ന് എടുത്തോണ്ട് പോയി, അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പോകുമ്പോഴത്തേനും ഒരു കയറ്റാണേലും നമ്മൾ സൈക്കിൾ അവിടെ വെച്ച് ചങ്ങ് കയറി പോകും. നമ്മുടെ തൊഴിൽ വാർത്ത പോലെയുള്ള ചില പ്രസിദ്ധീകരണങ്ങളുണ്ടല്ലോ, അപ്പോൾ ഒരാളുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ചില കാര്യങ്ങളാണ് തൊഴിൽ വാർത്ത പോലുള്ള ചില. 93 വരെ ഇല്ല, 93 തൊഴിൽ വാർത്ത തുടക്കം തന്നെ. അപ്പോൾ അത് പഠിച്ചിട്ട് PSC ജോലി കിട്ടി, അപ്പൊ അത് കൃത്യമായി കൊടുത്തു. അത്തരത്തിലൊരു ചാരിതാർത്ഥ്യം തോന്നിയ മുഹൂർത്തങ്ങൾ, അനുഭവങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ട്. ആ തൊഴിൽ വാർത്തയിൽ കൂടി എനിക്ക് പണി കിട്ടിയെന്നും പറഞ്ഞ് പലരും അനുഭവങ്ങൾ പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങൾ, അതൊക്കെ നമുക്ക് ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് അല്ലെ നമ്മളെ സ്വാധീനിച്ച കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. നമ്മുടെ നാട്ടില് ഇപ്പൊ ചില വാർത്തകൾ ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചിട്ട് ചില വാർത്തകൾ വരുമ്പോൾ അതിനെ ബാധിക്കുന്ന ആളുകൾ മുഴുവൻ പത്രവും വാങ്ങിച്ചുകൊണ്ട് പോയ കാലം, അങ്ങനെയുള്ള പത്രക്കെട്ടുകൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഇരിക്കുന്നല്ല പരിപാടി, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പല സ്ഥലങ്ങളിലും അങ്ങനെ കേട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഈ നോട്ടീസ് അകത്ത് വെച്ച് കൊടുത്തതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം? കൊടുത്തതിന്റെ പേരിൽ ചിലർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട്. അവര് പത്രം എടുത്ത് വെച്ചും കുടഞ്ഞു കളഞ്ഞ എടുത്തോട്ട് പോണവരുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ ചേട്ടൻ്റെ തൊഴിൽ തുടങ്ങിയ ശേഷം ഇത്രയും വർഷങ്ങളായി, എത്രയെത്ര ഓണങ്ങൾ, വിഷു, ക്രിസ്മസ് ആഘോഷങ്ങൾ, എത്ര ന്യൂ ഇയർ, പുതുവർഷങ്ങൾ എത്രയൊന്നും കടന്നുപോയി. അപ്പൊ ഇതെല്ലാം, ഇത്തരം കാര്യങ്ങളെല്ലാം ആഘോഷിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ, ഇത്തരം വിശേഷ അവസരങ്ങളിൽ ആരെങ്കിലും വീട്ടിലേക്ക് വിളിക്കുക? ഒത്തിരി പേരുണ്ടല്ലോ, ഒത്തിരി പേര് വിളിക്കാറുണ്ട്. അതെ അല്ലേ? പക്ഷെ നമ്മളങ്ങനെ പോകാറില്ല. എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബമായിട്ട് കഴിഞ്ഞു കൂടുന്നിടത്ത് നമുക്കങ്ങനെ പോകാറില്ല. ഈ പത്രം ഇടാൻ പോകുമ്പോൾ രാവിലെയാണല്ലോ പോണേ, അപ്പൊ ആ സമയത്ത് വളരെ സന്തോഷം, ചേട്ടാ വാ നമുക്ക് കയറിയിരിക്ക്, ചായ കുടിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ വാ ചേട്ടാ നമ്മുടെ പുതിയ വിശേഷം ഇന്നതാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നിൽക്കാനുള്ള സമയമോ അങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പലരും ഇങ്ങനെ ചായ കുടിക്കാൻ പറയാറുണ്ട്, പക്ഷെ ഞാൻ കുടിക്കാറില്ല. എനിക്കൊരു പ്രത്യേകതയുണ്ട്. രാവിലെ ഇപ്പൊ നമ്മൾ മഴ നനഞ്ഞൊക്കെ അല്ലേ ചെല്ലടെ, രാവിലെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, ഒരു ചായ കുടിക്കാൻ പറയും, ഞാൻ സ്വീകരിക്കാറില്ല. ഇന്നും മിക്ക ദിവസവും അവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്തിലെ വണ്ടി ഓടിക്കണ ഇവൻ്റെ അജി എപ്പോഴും എല്ലാ ദിവസവും തന്നെ അവൻ പറയും, ഞാൻ ചായ കുടിക്കുന്ന നേരത്തെ ഞാൻ ചെല്ലാം, ഒരു ഗ്ലാസ് കുടി, ഒരു ഗ്ലാസ്
ഞാൻ പറഞ്ഞു ഞാൻ പണി തീരാതെ കുടിക്കുകയെന്ന് പറയും. നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറായി സംസാരിക്കുന്നു. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചേട്ടൻ ഒരു തൊഴിൽ ഞങ്ങൾ ചേട്ടനെ ഒരു അഭിമുഖത്തിന് അല്ലെങ്കിൽ ചേട്ടനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത് തന്നെ നിരന്തരമായി ഇത്രയും വർഷങ്ങളായി തൊഴിൽ ചെയ്ത ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഈ തൊഴിലിനെക്കുറിച്ചും ആ തൊഴിലിൻ്റെ ഏതൊരു തൊഴിലാണെങ്കിലും അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ ഈ പുതുതലമുറയോട് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യവും ഉദ്ദേശവും തന്നെ. അപ്പോൾ അതിനെക്കുറിച്ച് പുതുതലമുറയ്ക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ചെറിയൊരു സന്ദേശം ചേട്ടൻ കൊടുത്ത് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഒരു തലമുറയ്ക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിനോട് ആർക്കും താല്പര്യമില്ല, പത്രവിതരണത്തിനോട് ആർക്കും താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം എങ്ങും പോകാൻ പറ്റില്ല. ഈ കൃത്യസമയത്ത് മഴയാണേലും വെയിലാണേലും എത്തണമല്ലോ. അത് കാരണം ഒരുമാതിരിക്കാർക്ക് ആർക്കും താല്പര്യമില്ല. ഏജൻസി എടുത്താൽ പോലും വിതരണക്കാരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ നിലവിലുള്ളത്. വളരെ അപൂർവം ഒരു മാർഗം ഇല്ലാത്തവർ മാത്രമേ ഇപ്പൊ ഈ ഏജൻസി എടുത്ത് നടത്തണുള്ളൂ. താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. ഇത് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ തൊഴിൽ നിന്നു പോകും ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. നിന്ന് പോകുന്നെന്ന് പറഞ്ഞാൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്, പ്രായോഗികമായിട്ട് നിന്നുകൊണ്ടിരിക്കുക. വളരെ അപൂർവം ഇതേ ഉള്ളു. കാരണം 1500 2000 പത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് അതിന് പകുതി താഴെ ഇങ്ങോട്ട് കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ മൊബൈൽ പോലുള്ള ആധുനിക മാധ്യമങ്ങളുടെ ഒത്തിരി ഉണ്ട്, ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഉണ്ട്. കാരണം ഇപ്പൊ UK അവിടെ ഇവിടെയൊക്കെ പിള്ളേരുടെ അടുത്തേക്ക് 2 മാസത്തേക്കോ 3 മാസത്തേക്കൊക്കെ ഓരോരുത്തർ പോകും. അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് പത്രം വേണ്ട. അവർ ആ 2 മാസം കൊണ്ട് അവിടെ ഇരുന്ന് മൊബൈലിൽ എല്ലാം മനസ്സിലാക്കും. തിരിച്ചു വരുമ്പോഴത്തേനും നേരെയില്ല, പത്രം വായിക്കാൻ സമയമില്ല, വേണ്ടെന്ന് പറയും. എല്ലാം മൊബൈലിൽ കാണാം. അതെ അതെ അതെ, ഇങ്ങനെ പറയണവരും ഉണ്ട്. അപ്പൊ അത് തൊഴിലിനെ ബാധിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ്. മാറ്റമുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും അതിജീവിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ജീവിക്കാൻ എന്നാ മാർഗം? ഇപ്പൊ അത് അവര് തന്നെ സ്വയം തീരുമാനിക്കണ്ടേ. കാരണം നമുക്ക് ചില ആൾക്കാരുണ്ട്, അവർക്ക് പ്രാദേശിക വാർത്ത ലോക്കൽ ഒന്നും കിട്ടൂല. കാര്യം വാർത്തയൊക്കെ മൊബൈലിൽ കിട്ടും, പക്ഷെ ലോക്കൽ നമുക്ക് അറിയണമെങ്കിൽ പത്രം വേണം. അങ്ങനെ പറഞ്ഞു മേടിക്കണവരും ഉണ്ട്. ശരി, അപ്പോൾ വളരെ സന്തോഷം രവിചേട്ടാ, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ. നിരന്തരമായി 52 വർഷത്തോളം കൃത്യമായി ആ പത്രം എല്ലാവരുടെയും കയ്യിൽ എത്തിക്കുക എന്നുള്ള കർമ്മം വളരെ വൃത്തിയായി നിർവഹിച്ചു വന്ന രവിചേട്ടനെ പെരുവയിലെ വിശേഷങ്ങൾ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ എത്ര മൊബൈലുകളും എത്ര നവമാധ്യമങ്ങളും എത്രയൊക്കെ ശ്രമിച്ചാലും പത്രവായന എന്ന സംസ്കാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കില്ല. രവിചേട്ടനെ പോലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു അസാധാരണക്കാർ, അവരുടെ വിയർപ്പിൻ്റെ വില നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അല്ലെങ്കിൽ ഈ തൊഴിലിൻ്റെ മഹത്വവും കർമ്മത്തിൻ്റെ മഹത്വവും എല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഇതാണ് രവിചേട്ടന്റെ വീട് അല്ലേ? അതെ. എത്ര വർഷമായി ഈ വീട് പണിതിട്ട്? 38 വർഷമായി. കുടുംബത്തെ കുറിച്ചുകൂടി ഒന്ന് പറയാമോ? സുലോചന. മക്കള് ഞങ്ങൾക്ക് 2 പേര്. മകൻ സർജുമോൻ വില്ലേജിൽ വർക്ക് ചെയ്യണു. അവളെ സുജിമോള്. ശരിച്ചേട്ടൻ വൈഫ് എറണാകുളത്ത് ജോലി, പ്രൈവറ്റ് കമ്പനി. അപ്പൊ എല്ലാവിധ ആശംസകളും.